ഹലോ സ്റ്റുഡൻസ്, നമ്മളിന്ന് തേർഡ് മോഡ്യൂൾ സ്റ്റാർട്ട് ചെയ്യുകയാണ്. അപ്പോൾ ഈ തേർഡ് മോഡ്യൂളിൻ്റെ സിലബസ് ഈ കാണിച്ചിരിക്കുന്നതാണ്. ഗീവ് മീ എ സെക്കൻഡ്. ഓക്കെ, അപ്പോൾ ഇതാണ് തേർഡ് മോഡ്യൂളിൻ്റെ സിലബസ് പോർഷൻ എന്ന് പറയുന്നത്. ഈ തേർഡ് മോഡ്യൂൾ പറഞ്ഞു വരുമ്പോൾ കുറച്ച് സിമ്പിളായിട്ടുള്ള മോഡ്യൂളാണെന്ന് പറയാം. കാരണം നമുക്കിതിൽ പഠിക്കാനുള്ള മെയിൻ ടോപ്പിക്സിൻ്റെ എല്ലാം ബേസ് നമുക്ക് ആൾറെഡി അറിയാം. നമുക്ക് മെയിനായിട്ട് ഈ മോഡ്യൂളിൽ പഠിക്കാനുള്ള ടോപ്പിക്സ് എന്ന് പറഞ്ഞാൽ ഈ മൂന്നെണ്ണമാണ്: വെൽഡിങ്, ബ്രേസിങ്, സോൾഡറിങ്. ഈ 3 ടോപ്പിക്കാണ് പഠിക്കാനുള്ളത്. ഇത് വെൽഡിങ് നമ്മൾ നിങ്ങൾ കഴിഞ്ഞ വർഷം തന്നെ BMAയിൽ പഠിച്ചായിരുന്നു. അതുകൂടാതെ തന്നെ ഈ സബ്ജക്റ്റിൽ തന്നെ സെക്കൻഡ് മോഡ്യൂൾ നമ്മൾ വെൽഡിങ്ങിനെ പറ്റി ഡീറ്റെയിൽഡ് ആയിട്ട് പഠിച്ചു. അതിൻ്റെ ബേസിക് ആയിട്ടുള്ള കാര്യങ്ങളും കുറച്ച് അഡ്വാൻസ്ഡ് ആയിട്ടുള്ള കുറച്ച് വെൽഡിങ് പ്രോസസ്സും എല്ലാം നമ്മൾ സെക്കൻഡ് മോഡ്യൂളിൽ പഠിച്ചായിരുന്നു. അപ്പോൾ അതിൻ്റെ കണ്ടിന്യൂഷൻ ആയിട്ടുള്ള കുറച്ച് പോർഷൻസാണ് ഈ തേർഡ് മോഡ്യൂളിൽ വരുന്നത്. ഈ തേർഡ് മോഡ്യൂളിൻ്റെ ആദ്യത്തെ കുറച്ച് പോർഷൻ എന്ന് പറഞ്ഞാൽ വെൽഡിങ്ങിൻ്റെ ബാക്കിയായിട്ടാണ്. ഈ കൺസ്യൂമബിൾ ഇലക്ട്രോഡ്സ്, ഇലക്ട്രോൺ ആൻഡ് ലേസർ ബീം വെൽഡിങ്, ഹീറ്റ് അവറ്റഡ് സോൺ, പവർ ഡെൻസിറ്റി, വെൽഡ് ക്വാളിറ്റി, കേസ് സ്റ്റഡി. അപ്പോൾ ഇത്രയും പോർഷൻ ആപ്ലിക്കേഷൻസ്, ഇത്രയും പോർഷൻ എന്ന് പറഞ്ഞാൽ ഈ വെൽഡിങ്ങുമായിട്ട് റിലേറ്റഡ് ആണ്. അത് കഴിഞ്ഞിട്ടാണ് ബ്രേസിങ്ങും സോൾഡറിങ്ങും വരുന്നത്. ഈ ബ്രേസിങ്ങും സോൾഡറിങ്ങും അത് നമ്മൾ BME എന്ന് പറയുന്ന സബ്ജക്റ്റിൽ ഇതിൻ്റെ ബേസ് എന്താണ് നമ്മൾ പഠിച്ചു കഴിഞ്ഞു. ഇനി അല്ല നിങ്ങളത് പഠിച്ചില്ല എങ്കിലും കുഴപ്പമില്ല, അതിൻ്റെ വീഡിയോസ് BMEയിലുള്ള വീഡിയോസ് ഞാൻ ഷെയർ ചെയ്യാം, PPTയും ഷെയർ ചെയ്യാം. അപ്പോൾ അത് നിങ്ങൾക്ക് നോക്കാവുന്നതേ ഉള്ളൂ. അപ്പോൾ ബേസിക്കലി ഈ മോഡ്യൂൾ എന്ന് പറഞ്ഞാൽ അതിൻ്റെ ബേസ് ആയിട്ടുള്ള കാര്യങ്ങളെല്ലാം നമുക്ക് ആൾറെഡി അറിയാവുന്നതാണ്. അപ്പോൾ ഈ ബ്രേസിംഗ് എന്ന് പറഞ്ഞുകൊണ്ട് ഇവിടെ നമ്മുടെ സിലബസിൽ ബ്രേസിങ്ങിൻ്റെ ബേസ് കുറച്ച് പറഞ്ഞിട്ടുണ്ട്. പിന്നെ ഫില്ലർ മെറ്റീരിയൽസ്, ഫ്ലക്സ്, ജോയിൻ്റ് സ്ട്രെങ്ത്, ബ്രേസിംഗ് മെത്തേഡ്സ്, ആപ്ലിക്കേഷൻസ് കുറച്ച് കൊടുത്തിട്ടുണ്ട്. പിന്നെ അതുപോലെ തന്നെ സോൾഡറിങ്ങിൽ ഉപയോഗിക്കുന്ന സോൾഡേഴ്സ്, ഫ്ലക്സ്, സോൾഡറിങ് മെത്തേഡ്സ്, സോൾഡർ എബിലിറ്റി എന്താണ്, കേസ് സ്റ്റഡി, ടിപ്പിക്കൽ ജോയിൻറ്റ് ഡിസൈൻ ആപ്ലിക്കേഷൻ എന്ന് പറഞ്ഞ് കുറച്ച് ഗ്യാസ് ആയിട്ടുള്ള കുറച്ച് കാര്യങ്ങൾ കൂടെയൊക്കെ കൊടുത്തിട്ടുണ്ട്. അപ്പോൾ ഇതെല്ലാം നമുക്ക് സിമ്പിളായിട്ട് പഠിച്ചെടുക്കാവുന്നതേ ഉള്ളൂ. ഇതിൻ്റെ ബേസ് അറിയാമെങ്കിൽ ബാക്കി കാര്യങ്ങൾ നമുക്ക് ഈസി ആയിട്ട് പഠിച്ചെടുക്കാൻ സാധിക്കും. ബേസ് നമ്മൾ ഫസ്റ്റ് ഇയറിലെ പഠിച്ചതാണ്, BME എന്ന സബ്ജക്റ്റിൽ പഠിച്ചതാണ്. അതല്ല എങ്കിൽ വീഡിയോസ് ഞാൻ തരുന്നതാണ്. അപ്പോൾ ഈ മൂന്നാമത്തെ മോഡ്യൂൾ കുറച്ച് സിമ്പിളാണ്, കുറച്ച് ചെറുതാണ് എന്നൊക്കെ നമുക്ക് വേണമെങ്കിൽ പറയാം. അപ്പോൾ നമുക്ക് ഈ വെൽഡിങ്ങിനുള്ള കുറച്ച് ഹയർ ആയിട്ടുള്ള കുറച്ച് കാര്യങ്ങളാണ് നമ്മൾ ഇനി പഠിച്ച് തുടങ്ങാനായിട്ട് പോകുന്നത്. നമുക്ക് വെൽഡിങ്ങിൽ ബേസിക്കലി നമുക്ക് പഠിക്കാനുള്ള ഈ ഇലക്ട്രോൺ ബീം വെൽഡിങ്ങും ലേസർ ബീം വെൽഡിങ് ഇങ്ങനെ പ്രത്യേകം എടുത്ത് പറയുന്നുണ്ട്. ഇലക്ട്രോൺ ബീം വെൽഡിങ്, ലേസർ ബീം വെൽഡിങ് എന്ന സിലബസിലെടുത്ത് പറയുന്നുണ്ട്. അത് നമുക്ക് നോക്കണം. പിന്നെ ഹീറ്റ് അവറ്റഡ് സോൺ, ഈ ഹീറ്റ് അവറ്റഡ് സോൺ നമ്മൾ കഴിഞ്ഞ മോഡ്യൂളിൽ പഠിച്ചതാണ്. ആ സെയിം സാധനം തന്നെ ഇവിടെ റിപ്പീറ്റ് ചെയ്തിട്ടുണ്ട്. അപ്പോൾ അത് പിന്നെ പ്രത്യേകിച്ച് പഠിക്കേണ്ട ആവശ്യമില്ല. ഹീറ്റ് അവറ്റഡ് സോൺ നമ്മൾ സെക്കൻഡ് മോഡ്യൂളിൽ പഠിച്ചതാണ്. പിന്നെ പവർ ഡെൻസിറ്റി, വെൽഡ് ക്വാളിറ്റി എന്ന് പറഞ്ഞാൽ വെൽഡ് ഡിഫക്ട്സ് ആണ് ഉദ്ദേശിക്കുന്നത്. വെൽഡ് ക്വാളിറ്റി എന്ന് പറഞ്ഞ് ഉദ്ദേശിക്കുന്നത് വെൽഡ് ഡിഫക്ട്സ് ആണ്. അപ്പോൾ ടൈപ്പ് ഓഫ് വെൽഡ് ഡിഫക്ട്സ് നമ്മൾ BMEയിൽ നിങ്ങൾ പഠിച്ച് കാണും. അതിൻ്റെ വീഡിയോയും PPT ഒക്കെ ആൾറെഡി ഞാൻ ഷെയർ ചെയ്ത് തന്നെയാണ്. അത് തന്നെ നിങ്ങൾ കണ്ടാൽ മതി. അപ്പോൾ അതൊക്കെയാണ് ഈ വെൽഡ് ക്വാളിറ്റിയിലൊക്കെ വരുന്നത്. പിന്നെ ഈ കേസ് സ്റ്റഡി, ആപ്ലിക്കേഷൻസ്, ഇതെല്ലാം ഗ്യാസ് ആണ്. അതിന് പ്രത്യേകിച്ച് പഠിപ്പിക്കേണ്ട ആവശ്യമില്ല. നിങ്ങൾക്ക് ഇതിനെ അറിയാനൊക്കെ അല്ലെങ്കിൽ നോക്കി സ്വയം വായിച്ച് പഠിക്കാനുള്ള സിമ്പിളായിട്ടുള്ള കാര്യങ്ങളാണ്. അതൊന്നും പ്രത്യേകിച്ച് എടുത്ത് പറയേണ്ട ആവശ്യമില്ല. അപ്പോൾ വെൽഡിംഗ് ആണ് നമുക്ക് ആദ്യം ഈ മോഡ്യൂളിൽ പഠിച്ചു തുടങ്ങുന്നത്. അപ്പോൾ ആദ്യം നമുക്ക് ഈ വീഡിയോയിൽ കൺസ്യൂമബിൾ ഇലക്ട്രോഡ്സ് എന്താണെന്ന് പഠിച്ചു തുടങ്ങാം. ഈ കൺസ്യൂമബിൾ ഇലക്ട്രോഡ്സ് എന്താണെന്ന് നമുക്ക് പഠിക്കാം. അതിൻ്റെ കൂടെ തന്നെ ഈ കൺസ്യൂമബിൾ ഇലക്ട്രോഡ്സ് ഉപയോഗിച്ച് ചെയ്യുന്ന 2-3 വെൽഡിംഗ് പ്രോസസ്സിനെ പറ്റിയും കൂടെ നമുക്ക് പഠിക്കാനുണ്ട്. ആ 2-3 വെൽഡിംഗ് പ്രോസസ്സിൽ ആദ്യത്തെ ഒരു വെൽഡിംഗ് പ്രോസസ്സും കൂടെ നമുക്ക് ഈ വീഡിയോയിൽ നമുക്ക് പഠിച്ചു തുടങ്ങാം. അപ്പോൾ ഇതാണ് തേർഡ് മോഡ്യൂളിൻ്റെ ആദ്യത്തെ വീഡിയോ എന്ന് പറയുന്നത്. അപ്പോൾ നമ്മൾ കഴിഞ്ഞ മോഡ്യൂളിൽ ഡിഫറെൻറ്റ് ടൈപ്സ് ഓഫ് ഇലക്ട്രോഡ്സിനെ പറ്റി ഡിസ്കസ് ചെയ്തായിരുന്നു. ഇത് നിങ്ങൾ BMEയിൽ തന്നെ പഠിച്ച ഒരു കാര്യമാണ്. നമ്മൾ കഴിഞ്ഞ മോഡ്യൂളിൽ ഡിസ്കസ് ചെയ്തായിരുന്നു. അപ്പോൾ ഈ വെൽഡിംഗ് പ്രോസസ്സ്, ആർക്ക് വെൽഡിംഗ് പ്രോസസ്സാണ് ചെയ്യുന്നതെങ്കിൽ അതിനൊരു ഇലക്ട്രോഡ് വേണമെന്ന് പറഞ്ഞു. അപ്പോൾ ആ ഇലക്ട്രോഡ് എന്ന് പറയുന്ന 2 ടൈപ്പായിട്ട് ക്ലാസിഫൈ ചെയ്തിട്ടുണ്ട്. നോൺ കൺസ്യൂമബിൾ ഇലക്ട്രോഡ്സും കൺസ്യൂമബിൾ ഇലക്ട്രോഡ്സും. ഇങ്ങനെ 3 ടൈപ്പായിട്ട് കാറ്റഗറൈസ് ചെയ്തിട്ടുണ്ട്. അങ്ങനെ 2 ടൈപ്പായിട്ട് കാറ്റഗറൈസ് ചെയ്തിട്ടുണ്ട്. അത് ഈ നോൺ കൺസ്യൂമബിൾ ഇലക്ട്രോഡ്സ് എന്ന് പറഞ്ഞാൽ അതിൻ്റെ പ്രത്യേകത എന്തെന്ന് പറഞ്ഞാൽ നമ്മൾ വെൽഡിങ് ചെയ്യുന്ന തോറും അതിൻ്റെ ഇലക്ട്രോഡിൻ്റെ ലെങ്ത് കോൺസ്റ്റൻ്റ് ആയിട്ട് തന്നെ നിൽക്കും. അതായത് ഇലക്ട്രോണിൻ്റെ ലെങ്ത് കുറയത്തില്ല. അങ്ങനത്തെ ഇലക്ട്രോഡിനെയാണ് നോൺ കൺസ്യൂമബിൾ ഇലക്ട്രോഡ്സ് എന്ന് പറയുന്നത്. അപ്പോൾ ഈ നോൺ കൺസ്യൂമബിൾ ഇലക്ട്രോഡ്സ് ആണെങ്കിൽ ആ ഇലക്ട്രോഡ് ഉണ്ടാക്കിയിരിക്കുന്നത് മിക്കവാറും ഈ 3 മെറ്റീരിയൽ ഏതെങ്കിലും ഒരു മെറ്റീരിയൽ ഉണ്ടായിരിക്കും. സാധാരണ ഈ നോൺ കൺസ്യൂമബിൾ ഇലക്ട്രോഡ്സ് ഉണ്ടാക്കിയിരിക്കുന്നത് ഒന്നുകിൽ കാർബൺ ആയിരിക്കാം, അല്ലെങ്കിൽ ടങ്സ്റ്റൺ ആയിരിക്കാം, അല്ലെങ്കിൽ ഗ്രാഫൈറ്റ് ആയിരിക്കാം. അപ്പോൾ ഇങ്ങനത്തെ എന്തെങ്കിലും ഒരു മെറ്റീരിയൽ ഉണ്ടായിരിക്കും ഈ നോൺ കൺസ്യൂമബിൾ ഇലക്ട്രോഡ്സ് ഉണ്ടാക്കിയിരിക്കുന്നത്. അപ്പോൾ ഈ നോൺ കൺസ്യൂമബിൾ എന്ന് പറയാൻ കാര്യം ഈ ഇലക്ട്രോഡ് കൺസ്യൂം ചെയ്യുന്നില്ല, ഇലക്ട്രോണിൻ്റെ ലെങ്ത് കുറയുന്നില്ല നമ്മൾ വെൽഡിങ് ചെയ്യുന്ന സമയത്ത്. അപ്പോൾ ഈ നോൺ കൺസ്യൂമബിൾ ഇലക്ട്രോഡ് ഉപയോഗിച്ചുള്ള 2 വെൽഡിംഗ് പ്രോസസ്സ് നമ്മൾ സെക്കൻഡ് മോഡ്യൂളിൽ പഠിച്ചായിരുന്നു. അത് 2 ഈ ടങ്സ്റ്റൺ ഇനേർട്ട് ഗ്യാസ് ആർക്ക് വെൽഡിങ്ങും പിന്നെ അറ്റോമിക് ഹൈഡ്രജൻ വെൽഡിങ്ങും. ഈ 2 വെൽഡിംഗ് പ്രോസസ്സ് നമ്മൾ പഠിച്ചായിരുന്നു. ഇതിൽ 2ലും നോൺ കൺസ്യൂമബിൾ ഇലക്ട്രോഡാണ് ഉപയോഗിക്കുന്നത്. ഈ കൊടുത്തിരുന്നത് ഇതിൽ 2ലും ടങ്സ്റ്റൺ ഇലക്ട്രോഡാണ് ഉപയോഗിക്കുന്നത്. അറ്റോമിക് ഹൈഡ്രജൻ വെൽഡിങ്ങിന് 2 ടങ്സ്റ്റൺ ഇലക്ട്രോഡ് ഉപയോഗിക്കുന്നുണ്ട്. അപ്പോൾ ഇതിൻ്റെ പ്രത്യേകത എന്തെന്ന് പറഞ്ഞാൽ ഈ ഇലക്ട്രോണിൻ്റെ ലെങ്ത് മാറുന്നില്ല, അതെപ്പോഴും കോൺസ്റ്റൻ്റ് തന്നെ ആയിരിക്കും. അത് കൺസ്യൂം ചെയ്യുന്നില്ല, ഉപയോഗിക്കുന്നില്ല. വെൽഡ് ചെയ്യുന്നതോറും ഈ ഇലക്ട്രോഡ് തീരുന്നില്ല.
അതിൻ്റെ ലെങ്ത് കോൺസ്റ്റൻ്റ് ആയിട്ട് തന്നെ നിൽക്കും. ഇവിടെ ടങ്സ്റ്റൺ ഇനർട്ട് ആർക്ക് വെൽഡിങ് ഈ കേസിലായിരുന്നാലും ഈ ഇലക്ട്രോണിൻ്റെ ലെങ്ത് എന്നുള്ളത് കോൺസ്റ്റൻ്റ് ആയിരിക്കും. അപ്പോൾ ഇതാണ് ടങ്സ്റ്റൺ ഇനർട്ട് ഗ്യാസ് ആർക്ക് വെൽഡിങ്ങിൻ്റെ അതുപോലെ തന്നെ അറ്റോമിക് ഹൈഡ്രജൻ വെൽഡിങ്ങിൻ്റെ ഒരു പ്രത്യേകത എന്ന് പറഞ്ഞാൽ ടങ്സ്റ്റൺ ഇലക്ട്രോഡ് ആയിരിക്കും, ഒരു നോൺ കൺസ്യൂമബിൾ ഇലക്ട്രോഡാണ് ഉപയോഗിക്കുന്നത്. അപ്പോൾ ഈ നോൺ കൺസ്യൂമബിൾ ഇലക്ട്രോഡ് ഉപയോഗിച്ചിട്ടുള്ള 2 വെൽഡിംഗ് പ്രോസസ്സ് നമ്മൾ ആൾറെഡി പഠിച്ചു. ഇനി നമുക്ക് പഠിക്കാനുള്ള ഈ കൺസ്യൂമബിൾ ഇലക്ട്രോഡ് ഉപയോഗിച്ച് ചെയ്യുന്ന 2-3 വെൽഡിംഗ് പ്രോസസ്സിനെ പറ്റിയാണ് നമ്മൾ പഠിക്കുന്നത്. അപ്പോൾ ഈ കൺസ്യൂമബിൾ ഇലക്ട്രോഡ് എന്ന് പറഞ്ഞാൽ ഇതിൻ്റെ പേര് പോലെ തന്നെ കൺസ്യൂമബിൾ ആണ്. അതായത് ഇലക്ട്രോണിൻ്റെ ലെങ്ത് കുറയും. വെൽഡിങ് ചെയ്യും തോറും അതിനനുസരിച്ച് ഇലക്ട്രോണിൻ്റെ ലെങ്ത് കുറഞ്ഞു വരും. അപ്പോൾ അതുകൊണ്ട് തന്നെ അതിൻ്റെ പ്രത്യേകത എന്ന് പറഞ്ഞാൽ ഒരു ഇലക്ട്രോഡ് തീർന്നു പോവുകയാണെങ്കിൽ അതിൻ്റെ റീപ്ലേസ് ചെയ്യേണ്ടി വരും, പുതിയത് കൊണ്ട് വെച്ച് കൊടുക്കേണ്ടി വരും, എന്നാലേ ബാക്കി വെൽഡിങ് ചെയ്യാനൊക്കത്തുള്ളൂ. അപ്പോൾ അങ്ങനെ ഉപയോഗിക്കും തോറും ഇലക്ട്രോണിൻ്റെ ലെങ്ത് കുറഞ്ഞു വരുന്ന അങ്ങനത്തെ ഇലക്ട്രോഡിനെയാണ് കൺസ്യൂമബിൾ ഇലക്ട്രോഡ് എന്ന് പറയുന്നത്. എന്തുകൊണ്ടാണ് ലെങ്ത് കുറഞ്ഞു വരുന്നത്, എന്തുകൊണ്ടാണ് കുറയുന്നത്? കാരണം ഈ ഇലക്ട്രോഡ് എന്ന് പറയുന്നത് അത് മെൽറ്റ് ചെയ്ത് ആ ഹീറ്റ് ഇലക്ട്രിക് ആർക്കിൻ്റെ ചൂട് കാരണം ആ ഇലക്ട്രോഡും കൂടെ മെൽറ്റ് ചെയ്ത് ഈ വെൽഡ് ജോയിൻ്റ് എവിടെയാണ് ഉണ്ടാവേണ്ടത് അതിൻ്റെ മുകളിലോട്ട് ഡിപ്പോസിറ്റ് ആവുകയാണ്. അപ്പോൾ അതാണ് ഈ ഫില്ലർ മെറ്റീരിയലായിട്ട് ആക്ട് ചെയ്യുന്നത്. അതായത് ഫില്ലർ മെറ്റീരിയൽ പോലെ വെൽഡ് ജോയിൻ്റെ മുകളിൽ ഡിപ്പോസിറ്റ് ചെയ്താണ് അവിടെ വെൽഡ് ഫോം ചെയ്യുന്നത്. അപ്പോൾ ഇലക്ട്രോഡ് മെൽറ്റായാണ് ആ വെൽഡ് ജോയിൻ്റെ മുകളിലേക്ക് വീണ് ജോയിൻറ്റ് ഫോം ചെയ്യുന്നത്. അപ്പോൾ അങ്ങനത്തെ ഇലക്ട്രോഡിനെയാണ് കൺസ്യൂമബിൾ ഇലക്ട്രോഡ് എന്ന് പറയുന്നത്. അപ്പോൾ ഈ കൺസ്യൂമബിൾ ഇലക്ട്രോഡ് 2 ടൈപ്പ് ഉണ്ട്, ബെയർ ഇലക്ട്രോഡും കോട്ടഡ് ഇലക്ട്രോഡും. നമ്മളിപ്പം കൂടുതലും കോട്ടഡ് ഇലക്ട്രോഡാണ് സാധാരണ ഉപയോഗിക്കാറ്. ബെയർ ഇലക്ട്രോഡ് ചില പ്രോസസ്സിൽ മാത്രമേ ബെയർ ഇലക്ട്രോഡ് ഉപയോഗിക്കാറുള്ളൂ. കൂടുതലും കോട്ടഡ് ഇലക്ട്രോഡ്സ് ആണ് നമ്മൾ സാധാരണ ഉപയോഗിക്കുന്നത്. കോട്ടഡ് ഇലക്ട്രോഡ് എന്ന് പറഞ്ഞാൽ ഈ ഇലക്ട്രോഡിൻ്റെ മുകളിൽ ഒരു കോട്ടിങ്ങും കൂടെ കാണും. അതായത് ഈ ഫോട്ടോയിൽ കാണിച്ചിരിക്കുന്ന ആക്ച്വലി ഈ കോട്ടഡ് ഇലക്ട്രോഡിൻ്റെ ഫോട്ടോയാണ് ഈ കാണിച്ചിരിക്കുന്നത്. അപ്പോൾ ഇതിൽ ആക്ച്വലായിട്ടുള്ള ഇലക്ട്രോഡ് എന്ന് പറഞ്ഞാൽ ഈ ഡാർക്ക് കളറിലുള്ള ആ ഒരു റോഡാണ് ഈ ആക്ച്വലായിട്ടുള്ള ഇലക്ട്രോഡ് എന്ന് പറയുന്നത്. അതിൻ്റെ മുകളിൽ ഈ ഒരു ആഷ് കളർ അല്ലെങ്കിൽ വൈറ്റ് കളറിലുള്ള ഒരു കോട്ടിങ് ഇവിടെ കൊടുത്തിട്ടുണ്ട്. അതിനെയാണ് ഇലക്ട്രോഡ് കോട്ടിംഗ് എന്ന് പറയുന്നത്. അപ്പോൾ ഈ കോട്ടിങ്ങും കൂടെ ഉള്ള ഇലക്ട്രോഡിനെയാണ് കോട്ടഡ് ഇലക്ട്രോഡ് എന്ന് പറയുന്നത്. ഇങ്ങനത്തെ ഒരു കോട്ടിംഗ് ഇല്ല എങ്കിൽ അത് അതായത് ഫുള്ളി ഇലക്ട്രോഡ് എന്ന് പറയുന്ന ഫുൾ ലെങ്തിൽ ഈ ഒരു പോർഷൻ മാത്രമേ വരുന്നുള്ളൂ എങ്കിൽ അതിനെ ബെയർ ഇലക്ട്രോഡ് എന്ന് പറയും. അപ്പോൾ അതിന് കോട്ടിംഗ് കാണത്തില്ല. അപ്പോൾ ആ ഒരു വ്യത്യാസമാണ് ഇവിടെ ബേസിക്കലി ഉള്ളത്. ബെയർ ഇലക്ട്രോഡ് എന്ന് പറഞ്ഞാൽ ഇലക്ട്രോഡ് മാത്രമേ കാണത്തുള്ളൂ. ഈ ഡാർക്ക് ആയിട്ടുള്ള പോർഷൻ അത് മാത്രമേ ഫുൾ ലെങ്തിൽ കാണത്തുള്ളൂ. അതിനെ ബെയർ ഇലക്ട്രോഡ് എന്ന് പറയും. എന്നാൽ ഈ ഇലക്ട്രോണിൻ്റെ മുകളിൽ ഒരു കോട്ടിങ് പോലെ ഇങ്ങനെ കൊടുത്തിട്ടുണ്ടെങ്കിൽ വൈറ്റ് കളർ ഇവിടെ വന്നിരിക്കും പോലെ ഒരു കോട്ടിങ് പോലെ കൊടുത്തിട്ടുണ്ടെങ്കിൽ അതിന് കോട്ടഡ് ഇലക്ട്രോഡ് എന്ന് പറയും. ഒരിക്കലും ഈ കോട്ടഡ് ഇലക്ട്രോഡ് ഫുൾ ലെങ്തിൽ കോട്ട് ചെയ്യാറില്ല. കാരണം ഇത്രയും പോർഷൻ കുറച്ച് ഇലക്ട്രോഡിൻ്റെ കുറച്ച് പോർഷൻ ഇങ്ങനെ ബെയർ ആ ഒരു ഫോമിൽ തന്നെ വിട്ടിരിക്കും. അത് എന്തിനാണെന്ന് വെച്ചാൽ ഈ ഇലക്ട്രോഡ് കൊണ്ടുപോയി ഇലക്ട്രോഡ് ഹോൾഡറിൽ കൊണ്ട് പിടിക്കാനുണ്ട്. അപ്പോൾ ആ ഇലക്ട്രോഡ് ഹോൾഡറിൽ ഈ വെൽഡിംഗ് റോഡിനെ ഹോൾഡ് ചെയ്യാനായിട്ട് ഉള്ള പോർഷനാണ് ഈ കൊടുത്തിരിക്കുന്നത്. എന്നാലേ ആ ഇലക്ട്രോഡ് ഹോൾഡറിൽ നിന്ന് ഇലക്ട്രിക് കറണ്ട് ഈ ഇലക്ട്രോഡിൻ്റെ അകത്തേക്ക് കയറത്തുള്ളൂ. കാരണം ഈ ഫ്ലക്സ് കോട്ടിംഗ് എന്ന് പറഞ്ഞാൽ അത് നോൺ കണ്ടക്റ്റീവ് മെറ്റീരിയൽ കൊണ്ടാണ് ഈ ഫ്ലക്സ് കോട്ടിംഗ് കൊടുത്തിട്ടുള്ളത്. അപ്പോൾ അതും കൂടി ഈ പോർഷനിൽ കൊണ്ട് കൊടുക്കുകയാണെങ്കിൽ ആ ഇലക്ട്രോഡ് ഹോൾഡറിൽ നിന്ന് ഇലക്ട്രിക് കറണ്ട് ഈ വെൽഡിംഗ് റോഡിലോട്ട് കയറത്തില്ല. അപ്പോൾ ആ വെൽഡിംഗ് റോഡും ഇലക്ട്രോഡ് ഹോൾഡറും ആയിട്ടുള്ള ആ ഒരു കണക്ഷൻ കിട്ടാൻ വേണ്ടിയാണ് ഇത്രയും പോർഷനിൽ കോട്ടിംഗ് കൊടുക്കാതെ വെച്ചിട്ടുള്ളത്. അപ്പോൾ ഒരിക്കലും വെൽഡിംഗ് റോഡിൻ്റെ ഫുള്ളി കോട്ടിംഗ് കൊടുക്കത്തില്ല. കുറച്ച് പോർഷൻ ആ ഇലക്ട്രോഡ് ഹോൾഡറിലോട്ട് കൊണ്ട് വെച്ച് കൊടുക്കേണ്ട ആ പോർഷൻ മാത്രം വിട്ടിട്ടായിരിക്കും ബാക്കിയുള്ള പോർഷനായിരിക്കും കോട്ടിംഗ് കൊടുക്കുന്നത്. അപ്പോൾ ഇതാണ് കൺസ്യൂമബിൾ ഇലക്ട്രോഡ് എന്ന് പറയുന്നത്. അപ്പോൾ നമ്മൾ നോർമലായിട്ടുള്ള പർപ്പസിനെല്ലാം ഈ കോട്ടഡ് ഇലക്ട്രോഡാണ് ഈ കാലത്ത് ഉപയോഗിക്കുന്നത്. ചില പ്രോസസ്സിന് മാത്രമേ ബെയർ ഇലക്ട്രോഡ് ഉപയോഗിക്കാറുള്ളൂ. അപ്പോൾ ബെയർ ഇലക്ട്രോഡിന് വലിയൊരു ഡിഫക്റ്റ് ഉണ്ട്. ബെയർ ഇലക്ട്രോഡിൻ്റെ ഡിഫക്റ്റ് എന്താണെന്ന് വെച്ചാൽ ഈ ഫ്ലക്സ് കോട്ടിംഗ് എന്തിനാണ് കൊടുത്തിരിക്കുന്നത് എന്താണെന്ന് വെച്ചാൽ നമ്മുടെ ഇലക്ട്രിക് ആർക്കിനെ പ്രൊട്ടക്റ്റ് ചെയ്യാൻ വേണ്ടിയാണ് ഈ ഒരു ഫ്ലക്സ് കോട്ടിംഗ് കൊടുത്തിട്ടുള്ളത്. അപ്പോൾ അതെന്താണ് സംഭവം എന്ന് നിങ്ങൾക്ക് ആൾറെഡി അറിയാമായിരിക്കും. എന്നാലും ഞാൻ അടുത്ത പ്രോസസ്സ് എക്സ്പ്ലെയിൻ ചെയ്യുന്ന സമയത്ത് എന്താണെന്ന് ഞാൻ എക്സ്പ്ലെയിൻ ചെയ്യാം. നിങ്ങൾക്ക് ആൾറെഡി അറിയാവുന്ന കാര്യം തന്നെയാണ്. അപ്പോൾ ഇതാണ് ഈ ടൈപ്സ് ഓഫ് ഇലക്ട്രോഡ്സ് എന്ന് പറയുന്നത്. അപ്പോൾ നമ്മൾക്ക് ഈ മോഡ്യൂളിൽ കൺസ്യൂമബിൾ ഇലക്ട്രോഡ്സിനെ പറ്റിയാണ് പഠിക്കാനുള്ളത്. അപ്പോൾ ഈ കൺസ്യൂമബിൾ ഇലക്ട്രോഡ്സിൽ നമ്മൾ സാധാരണ ഉപയോഗിക്കുന്ന ഒരു 3 വെൽഡിംഗ് പ്രോസസ്സിനെ പറ്റി നമുക്ക് ആദ്യം ഒന്ന് പഠിക്കാം. അപ്പോൾ ഈ കൺസ്യൂമബിൾ ഇലക്ട്രോഡ് ഉപയോഗിച്ച് ചെയ്യുന്ന ഒരു 3 വെൽഡിംഗ് പ്രോസസ്സാണ്. ഈ 3 വെൽഡിംഗ് പ്രോസസ്സ് മാത്രമല്ല വേറെയും ഒരുപാട് വെൽഡിംഗ് പ്രോസസ്സ് ഉപയോഗിക്കാറുണ്ട്. മെയിനായിട്ട് ഉപയോഗിക്കുന്ന ഒരു 3 വെൽഡിംഗ് പ്രോസസ്സാണ് ഞാനിവിടെ ലിസ്റ്റ് ചെയ്തിട്ടുള്ളത്. ഷീൽഡഡ് മെറ്റൽ ആർക്ക് വെൽഡിങ്, ഗ്യാസ് മെറ്റൽ ആർക്ക് വെൽഡിങ്, പിന്നെ സബ്മേർജ്ഡ് ആർക്ക് വെൽഡിങ്. ഇങ്ങനെ 3 ആർക്ക് വെൽഡിംഗ് പ്രോസസ്സുകളാണ് ഈ കൺസ്യൂമബിൾ ഇലക്ട്രോഡ് ഉപയോഗിച്ച് നമ്മൾ ചെയ്യുന്നത്. നോൺ കൺസ്യൂമബിൾ ഉപയോഗിച്ച് ചെയ്യുന്ന വെൽഡിംഗ് പ്രോസസ്സുകൾ 2 നമ്മൾ കഴിഞ്ഞ മോഡ്യൂളിൽ പഠിച്ചായിരുന്നു. അപ്പോൾ കൺസ്യൂമബിൾ ഇലക്ട്രോഡ് ഉപയോഗിച്ച് ചെയ്യുന്ന ഒരു 3 വെൽഡിംഗ് പ്രോസസ്സാണ് ഈ ലിസ്റ്റ് ചെയ്തിരിക്കുന്നത്. അപ്പോൾ ഈ വീഡിയോയിൽ നമുക്ക് ആദ്യത്തെ ഷീൽഡഡ് മെറ്റൽ ആർക്ക് വെൽഡിംഗ് എന്ന് പറയുന്ന ആ പ്രോസസ്സാണ് നമ്മൾ പഠിക്കുന്നത്. അടുത്ത വീഡിയോയിലായിരിക്കും ബാക്കി 2 നമ്മൾ നോക്കുന്നത്. അപ്പോൾ ഈ ഷീൽഡഡ് മെറ്റൽ ആർക്ക് വെൽഡിംഗ് പ്രോസസ്സ് എന്താണെന്ന് നോക്കാം. അതിൻ്റെ ഫിഗറാണ് ഈ കൊടുത്തിട്ടുള്ളത്. എക്സാമിന് ചിലപ്പോൾ ഷീൽഡഡ് മെറ്റൽ ആർക്ക് വെൽഡിംഗ് പ്രോസസ്സ് എക്സ്പ്ലെയിൻ ചെയ്യാൻ പറയും, അല്ലെങ്കിൽ ഷീൽഡഡ് ആർക്ക് വെൽഡിംഗ് എക്സ്പ്ലെയിൻ ചെയ്യാൻ പറയും. അങ്ങനെയായിരിക്കും പറയുന്നത്. ഈ മെറ്റലൊന്നും നമുക്ക് കാണത്തില്ല. ഷീൽഡഡ് ആർക്ക് വെൽഡിംഗ് എക്സ്പ്ലെയിൻ ചെയ്യാനായിട്ട് പറയും. ചില സമയത്ത് ഈ ഷോർട്ട് ഫോം ആയിരിക്കും ക്വസ്റ്റ്യൻ പേപ്പറിൽ കാണുന്ന SMAW, എക്സ്പ്ലെയിൻ ദി പ്രോസസ് SMAW എന്നായിരിക്കും പറയുന്നത്. അപ്പോൾ SMAW എന്ന് ഉദ്ദേശിക്കുന്നത് ഷീൽഡഡ് മെറ്റൽ ആർക്ക് വെൽഡിംഗ് പ്രോസസ്സാണ്.
അപ്പോൾ ഇങ്ങനെയൊക്കെ ആയിരിക്കും ക്വസ്റ്റ്യൻ ചോദിക്കുന്നത്. അപ്പോൾ ഇങ്ങനെ ഒരു ഫിഗർ വരച്ചാണ് സാധാരണ നമ്മൾ ഈ സംഭവം എക്സ്പ്ലെയിൻ ചെയ്യുന്നത്. ഞാൻ വേറൊരു ഫിഗർ കാണിക്കാം. ഈ ഒരു ഫിഗർ, ഈ ഫിഗർ മേ ബി നിങ്ങൾ നേരത്തെ കണ്ടു കാണും. നിങ്ങൾ ഫസ്റ്റ് ഇയറിൻ്റെ BMEയിലൊക്കെ പഠിച്ചപ്പം കണ്ട ഒരു ഫിഗറാണെന്ന് പറയാൻ വേണമെങ്കിൽ, അല്ലെങ്കിൽ ഈ ഫിഗർ വെച്ചിട്ടുള്ള വീഡിയോ ഒക്കെയാണ് ഞാൻ നേരത്തെ ഷെയർ ചെയ്തതും കഴിഞ്ഞ മോഡ്യൂളിൻ്റെ കൂടെ തന്നെ. ഈ ഷീൽഡഡ് മെറ്റൽ ആർക്ക് വെൽഡിംഗ് പ്രോസസ്സ് എന്ന് പറഞ്ഞാൽ ആക്ച്വലി നമ്മൾ സാധാരണ നിങ്ങൾ വർക്ക്ഷോപ്പിലൊക്കെ വെൽഡിംഗ് എന്ന് പറഞ്ഞുകൊണ്ട് ആർക്ക് വെൽഡിംഗ് പ്രോസസ്സ് ചെയ്ത് കാണുമല്ലോ, ആ ചെയ്ത വെൽഡിംഗ് പ്രോസസ്സിനെയാണ് ഷീൽഡഡ് മെറ്റൽ ആർക്ക് വെൽഡിംഗ് പ്രോസസ്സ് എന്ന് പറയുന്നത്. മിക്കവാറും നിങ്ങൾ വർക്ക്ഷോപ്പിൽ വെൽഡിങ്ങിൻ്റെ ആ സെക്ഷനിൽ ചെന്ന ഒരു വെൽഡിംഗ് പ്രോസസ്സ് അവിടുത്തെ ചെയ്ത് കാണിച്ചു തന്ന് കാണും. ആ സർവ്വസാധാരണമായിട്ട് ഉപയോഗിക്കുന്ന ആ വെൽഡിംഗ് പ്രോസസ്സിനെ തന്നെയാണ് ഈ ഷീൽഡഡ് മെറ്റൽ ആർക്ക് വെൽഡിംഗ് എന്ന് പറയുന്നത്. ഇതുപോലെ തന്നെ നമ്മുടെ വീടുകളിൽ വന്ന് ചിലപ്പം ഗേറ്റൊക്കെ വെൽഡ് ചെയ്യാനൊക്കെ ആൾക്കാർ വരും, അല്ലെങ്കിൽ നമ്മുടെ വീടിൻ്റെ റൂമിൻ്റെ വിൻഡോയൊക്കെ ജനലിൻ്റെ ഇതൊക്കെ സാധാരണ ഈ വെൽഡിങ് ഉപയോഗിച്ചൊക്കെ ചെയ്യാറുണ്ട്. അപ്പോൾ അങ്ങനത്തെ അതിനൊക്കെ വേണ്ടി ആൾക്കാർ വന്ന് വെൽഡിങ് ചെയ്യുന്ന ആ സംഭവം എന്ന് പറഞ്ഞാൽ ഈ ഷീൽഡഡ് മെറ്റൽ ആർക്ക് വെൽഡിംഗ് പ്രോസസ്സാണ്. അപ്പം ജനറൽ പർപ്പസിന് ഉപയോഗിക്കുന്ന ഒരു വെൽഡിംഗ് പ്രോസസ്സാണ്. ബേസിക്കലി ആർക്ക് വെൽഡിംഗ് എന്ന് പറയുന്നത് തന്നെ ഈ ഷീൽഡഡ് മെറ്റൽ ആർക്ക് വെൽഡിംഗ് ആണ്. ബേസിക് ആയിട്ടുള്ള ആർക്ക് വെൽഡിംഗ് എന്ന് പറഞ്ഞുകൊണ്ട് നമ്മൾ പഠിക്കുന്നത് തന്നെ ഈ ഷീൽഡഡ് മെറ്റൽ ആർക്ക് വെൽഡിംഗ് പ്രോസസ്സാണ്. അപ്പം ജനറലി സാധാരണ സിമ്പിളായിട്ട് ഉപയോഗിക്കുന്ന ഒരു ജനറൽ പർപ്പസിനൊക്കെ വേണ്ടി ഉപയോഗിക്കുന്ന ആർക്ക് വെൽഡിംഗ് പ്രോസസ്സാണ് ഈ ഷീൽഡഡ് മെറ്റൽ ആർക്ക് വെൽഡിംഗ് എന്ന് പറയുന്നത്. അപ്പോൾ നിങ്ങൾ ആൾറെഡി കണ്ടിട്ടുണ്ടായിരിക്കും, ഈ പ്രോസസ്സ് തന്നെയായിരിക്കും നിങ്ങൾ ആൾറെഡി കണ്ടത്. ഈ ഇലക്ട്രോഡൊക്കെ കൊണ്ട് വെച്ചിട്ട് വെൽഡ് ചെയ്യുന്ന ആ ഒരു പ്രോസസ്സ് എന്ന് പറഞ്ഞാൽ ഈ സംഭവം തന്നെയാണ്. അപ്പോൾ ഇത് തന്നെയാണ് നമുക്ക് ആദ്യമായിട്ട് പഠിക്കാനായിട്ട് പോകുന്നത്, ഷീൽഡഡ് മെറ്റൽ ആർക്ക് വെൽഡിംഗ് എന്ന് പറയുന്നത്. അപ്പോൾ ഇവിടെ സംഭവം എന്താണെന്ന് വെച്ചാൽ ഈ ഒരു ഫിഗർ വെച്ച് നമുക്കൊന്ന് എക്സ്പ്ലെയിൻ ചെയ്യാം. അപ്പോൾ ഇതാണ് ഈ കാണുന്നതാണ് ഇലക്ട്രോഡ് എന്ന് പറയുന്നത്. ഈ ശ്രദ്ധിക്കേണ്ട കാര്യം, നമ്മുടെ ഷീൽഡഡ് മെറ്റൽ ആർക്ക് വെൽഡിംഗ് ആണ് നമ്മുടെ പ്രോസസ്സ് എങ്കിൽ എപ്പോഴും കോട്ടഡ് ഇലക്ട്രോഡ് മാത്രമേ ഉപയോഗിക്കാറുള്ളൂ, ബെയർ ഇലക്ട്രോഡ് ഉപയോഗിക്കത്തില്ല. ബെയർ ഇലക്ട്രോഡ് ഉപയോഗിച്ച് ചെയ്യുന്ന ആർക്ക് വെൽഡിങ്ങിനെ ഷീൽഡഡ് മെറ്റൽ ആർക്ക് വെൽഡിംഗ് എന്ന് പറയത്തില്ല. കോട്ടഡ് ഇലക്ട്രോഡ് ഉപയോഗിച്ച് ചെയ്യുന്ന ആർക്ക് വെൽഡിംഗ് പ്രോസസ്സിനെയാണ് ഷീൽഡഡ് മെറ്റൽ ആർക്ക് വെൽഡിംഗ് പ്രോസസ്സ് എന്ന് പറയുന്നത്. അപ്പോൾ ഇവിടെ സംഭവിക്കുന്നതെന്ന് വെച്ചാൽ, ഈ വെൽഡിംഗ് പ്രോസസ്സ് സ്റ്റാർട്ട് ചെയ്യുന്നത് എങ്ങനെയാണെന്ന് നിങ്ങൾക്ക് ആൾറെഡി അറിയാമായിരിക്കും. ആദ്യം ഈ വെൽഡിംഗ് റോഡ് കൊണ്ട് നമ്മുടെ ഇലക്ട്രോഡ് ഹോൾഡറിൽ ഫിക്സ് ചെയ്യും. താഴെ വർക്ക് പീസ് കാണും. വർക്ക് പീസിൻ്റെ ഒരു കണക്ഷൻ നമ്മുടെ ഇലക്ട്രിക് ജനറേറ്ററിലോട്ട് പോകുന്നുണ്ടായിരിക്കും, അല്ലെങ്കിൽ വെൽഡിംഗ് ട്രാൻസ്ഫോമറിലോട്ട് വെൽഡിംഗ് ട്രാൻസ്ഫോമറിലോട്ട് പോകുന്നുണ്ടായിരിക്കും. അതുപോലെ തന്നെ ഇലക്ട്രോഡ് ഹോൾഡറിൽ നിന്നുള്ള ഒരു കണക്ഷനും വെൽഡിംഗ് ട്രാൻസ്ഫോമറിലോട്ട് പോകുന്നുണ്ടായിരിക്കും. അപ്പോൾ ഈ ഇലക്ട്രോഡ് ഹോൾഡറിലായിരിക്കും ഈ ഇലക്ട്രോഡ് കൊണ്ട് ഫിക്സ് ചെയ്ത് കൊടുക്കുന്നത്. എന്നിട്ട് നമ്മൾ ഈ വർക്ക് പീസിൽ കൊണ്ട് ആദ്യം ജസ്റ്റ് ഒന്ന് ടച്ച് ചെയ്യും. ടച്ച് ചെയ്ത ഉടനെ തന്നെ അതിനൊന്ന് വിഡ്രോ ചെയ്യും. വിഡ്രോ ചെയ്യുക എന്ന് പറഞ്ഞാൽ എടുത്തങ്ങ് പൊക്കിയങ്ങ് മാറ്റത്തില്ല, ആദ്യം ഒന്ന് ടച്ച് ചെയ്യും, എന്നിട്ട് ചെറുതായിട്ടൊന്ന് വിഡ്രോ ചെയ്ത് ഒരു കുറച്ച് ഗ്യാപ്പ് അവിടെ ക്രിയേറ്റ് ചെയ്യും. അങ്ങനെ കുറച്ച് ഗ്യാപ്പ് അവിടെ ക്രിയേറ്റ് ചെയ്യുമ്പോഴേക്കും ഈ വെൽഡിംഗ് റോഡിൽ നിന്ന്, ഈ ഇലക്ട്രോഡിൽ നിന്ന് ഹൈ ആംപിയർ ഉള്ള കറണ്ടാണ് ഇതിലൂടെ ഫ്ലോ ചെയ്യുന്നത്. അപ്പോൾ ആ കറണ്ട് ജമ്പ് ചെയ്ത് ഈ വർക്ക് പീസിലോട്ട് കയറും. അങ്ങനെ ഈ കറണ്ട് ജമ്പ് ചെയ്യുന്നതിനെയാണ് ഈ ഇലക്ട്രിക് ആർക്കായിട്ട് അവിടെ ഫോം ചെയ്യുന്നത്. അപ്പോൾ ആ ഇലക്ട്രിക് ആർക്ക് അവിടെ ഫോം ചെയ്യണമെങ്കിൽ ചെറിയൊരു ഗ്യാപ്പാണ് അവിടെ മെയിൻറ്റെയിൻ ചെയ്യുന്നത്. ഒരു 5 mm അല്ലെങ്കിൽ 7 mm അത്രയുള്ള ഗ്യാപ്പാണ് അവിടെ ക്രിയേറ്റ് ചെയ്യേണ്ടത്. അപ്പോൾ അതിനു വേണ്ടിയാണ് ആദ്യം വർക്ക് പീസിൽ കൊണ്ടുവന്ന് ടച്ച് ചെയ്തിട്ട് ഉടനെ തന്നെ അങ്ങ് വിഡ്രോ ചെയ്ത് ഒരു 5 mm to 7 mm ഗ്യാപ്പ് അവിടെ ഉണ്ടാക്കിയെടുക്കും. അപ്പോൾ ആ ഗ്യാപ്പിലൂടെ ആയിരിക്കും ഈ ഇലക്ട്രിക് കറണ്ട് വളരെ ഹൈ ആംപിയറുള്ള, വളരെ കുറഞ്ഞ വോൾട്ടേജുള്ള ഹൈ ആംപിയറുള്ള കറണ്ട് ജമ്പ് ചെയ്യുന്നത്. അപ്പോൾ ഇലക്ട്രോഡിൽ നിന്ന് വർക്ക് പീസിലോട്ട് ജമ്പ് ചെയ്യും. ആ ജമ്പ് ചെയ്യുന്ന കറണ്ടാണ് ആർക്ക് എന്ന ഫോമിൽ അവിടെ നിൽക്കുന്നത്. അപ്പോൾ ആ ഗ്യാപ്പ് നമ്മൾ കോൺസ്റ്റൻ്റ് ആയിട്ട് മെയിൻറ്റെയിൻ ചെയ്യുകയാണെങ്കിൽ ആ ആർക്ക് നമുക്ക് അവിടെ മെയിൻറ്റെയിൻ ചെയ്യാനൊക്കും. ആ ഇലക്ട്രിക് ആർക്ക് എന്ന് പറഞ്ഞാൽ വളരെ ഹൈ ടെമ്പറേച്ചർ പ്രൊഡ്യൂസ് ചെയ്യുന്ന ആർക്കാണ്. വളരെ ഹൈ ടെമ്പറേച്ചർ എന്ന് പറഞ്ഞാൽ ഒരു 3200 അല്ലെങ്കിൽ 3400 അത്രത്തോളം ഹൈ ടെമ്പറേച്ചർ, 3400 ഡിഗ്രി സെൽഷ്യസ് അത്രത്തോളം ഹൈ ടെമ്പറേച്ചർ ആയിരിക്കും അവിടെ ഫോം ചെയ്യുന്നത്. അപ്പോൾ ആ അത്രയും ഹൈ ടെമ്പറേച്ചറിൽ വർക്ക് പീസിലുള്ള എവിടെയാണോ ജോയിൻറ്റ് ഫോം ചെയ്യേണ്ടത് ആ ഭാഗത്തുള്ള ആർക്കുമായിട്ട് കോൺടാക്റ്റ് വരുന്ന ആ ഭാഗത്തുള്ള മെറ്റലും ഒന്ന് മെൽറ്റ് ചെയ്യും. അതുപോലെ തന്നെ ഈ ഇലക്ട്രോഡും മെൽറ്റ് ചെയ്യും. അപ്പോൾ ഈ ഇലക്ട്രോഡ് മെൽറ്റ് ചെയ്ത് കൺസ്യൂമബിൾ ഇലക്ട്രോഡാണെന്ന് പറഞ്ഞു. അപ്പോൾ കൺസ്യൂമബിൾ ഇലക്ട്രോഡ് ആയതുകൊണ്ട് ഇലക്ട്രോഡും കൂടെ മെൽറ്റ് ചെയ്ത് ഈ വെൽഡ് എവിടെയാണോ ജോയിൻറ്റ് ഫോം ചെയ്യുന്നത് അതിൻ്റെ മേലേക്ക് അങ്ങ് ഡിപ്പോസിറ്റ് ആയിക്കൊണ്ടിരിക്കും. അങ്ങനെ ഈ ഇലക്ട്രോഡ് മെൽറ്റ് ചെയ്ത് ഡിപ്പോസിറ്റ് ആവുന്നതാണ് വെൽഡ് ജോയിൻ്റ് ആയിട്ട് ഫോം ചെയ്ത് വരുന്നത്. അപ്പോൾ അങ്ങനെയാണ് സാധാരണ ആർക്ക് വെൽഡിംഗ് പ്രോസസ്സ് നടത്തുന്നത്. അപ്പോൾ ആ ആർക്ക് വെൽഡിംഗ് പ്രോസസ്സ് തന്നെയാണ് ഈ ഷീൽഡഡ് മെറ്റൽ ആർക്ക് വെൽഡിംഗ് പ്രോസസ്സ് എന്ന് പറയുന്നത്. അപ്പോൾ ഇവിടെ ഷീൽഡഡ് മെറ്റൽ ആർക്ക് വെൽഡിംഗ്, ആ ഷീൽഡഡ് എന്ന വാക്ക് അവിടെ ഉപയോഗിക്കുന്നത് എന്തുകൊണ്ടെന്ന് വെച്ചാൽ ഇവിടെ ഒരു എൻവലപ്പ് അല്ലെങ്കിൽ ഒരു ഗ്യാസിൻ്റെ ഒരു ഷീൽഡ് ഇവിടെ ഫോം ചെയ്യുന്നുണ്ട്. അങ്ങനെ ഗ്യാസിൻ്റെ ഒരു ഷീൽഡ് ഫോം ചെയ്യാൻ വേണ്ടിയാണ് ഇവിടെ ഈ കോട്ടിംഗ് കൊടുത്തിട്ടുള്ളത്. ഫ്ലക്സ് കോട്ടിംഗ് എന്നാണ് പറയുന്നത്. ഫ്ലക്സ് കൊണ്ടുള്ള ഒരു കോട്ടിംഗ് ആണ് ഇലക്ട്രോഡ് കൊടുത്തിട്ടുള്ളത്. അപ്പോൾ ഈ ആർക്കിൻ്റെ ടെമ്പറേച്ചർ മൂലം ഈ ഇലക്ട്രോഡ് മെൽറ്റ് ചെയ്യും. അതിൻ്റെ കൂടെയുള്ള ഈ ഫ്ലക്സ് കോട്ടിങ് കൂടെ മെൽറ്റ് ആവുന്നുണ്ട്. അപ്പോൾ ഈ ഫ്ലക്സ് കോട്ടിങ് മെൽറ്റ് അതൊരു പൗഡർ ഫോമിലുള്ള സംഭവമാണ് ഇതിൻ്റെ പുറത്ത് ഇവിടെ കോട്ട് ചെയ്തിട്ടുള്ളത്.
അപ്പോൾ അത് മെൽറ്റായി, ഈ ഫ്ലക്സ് കോട്ടിങ് മെൽറ്റായി ഗ്യാസിൻ്റെ ഷീൽഡാണ് ഇവിടെ അങ്ങ് ഫോം ചെയ്ത് വരുന്നത്. ആ ഫ്ലക്സ് മെൽറ്റ് ചെയ്ത് ഗ്യാസിൻ്റെ ഒരു ഷീൽഡ് അല്ലെങ്കിൽ ഗ്യാസ് കൊണ്ടുള്ള ഒരു എൻവലപ്പ് ഇവിടെ അങ്ങ് ഫോം ചെയ്യും ഈ ആർക്കിന് ചുറ്റും. അതുപോലെ തന്നെ ഈ വെൽഡ് പോളിന് ചുറ്റും. വെൽഡ് പോൾ എന്ന് പറഞ്ഞാൽ ഈ വർക്ക് പീസിൻ്റെ അവിടെ മെറ്റൽ മെൽറ്റായി പോകുമെന്ന് പറഞ്ഞല്ലോ. അപ്പോൾ ആ വർക്ക് പീസിലുള്ള എവിടെയാണ് ജോയിൻറ്റ് ഫോം ചെയ്യേണ്ടത്, ആർക്കുമായിട്ട് കോൺടാക്ട് ചെയ്ത് വരുന്ന ആ പോർഷനുള്ള മെറ്റൽ അങ്ങ് മെൽറ്റാവും. ആ മെൽറ്റാവുന്ന ആ ഒരു പോർഷനാണ് വെൽഡ് പോൾ എന്ന് പറയുന്നത്. അപ്പോൾ ഈ വെൽഡ് പോളിനെയും ആർക്കിനെയും കൂടെ പ്രൊട്ടക്റ്റ് ചെയ്യാൻ വേണ്ടിയാണ് ഈ ഒരു ഷീൽഡ്, ഗ്യാസിൻ്റെ ഷീൽഡ് അവിടെ ഫോം ചെയ്യുന്നത്. ഗ്യാസിൻ്റെ ഷീൽഡ് എന്നോ അല്ലെങ്കിൽ ഗ്യാസിൻ്റെ എൻവലപ്പ് എന്നോ അവിടെ പറയാം. അപ്പോൾ ഈ ആർക്കിനെയും വെൽഡ് പോളിനെയും പ്രൊട്ടക്റ്റ് ചെയ്യാൻ വേണ്ടിയാണ് ഈ ഗ്യാസ് കൊണ്ടുള്ള ഈ ഒരു ഷീൽഡ് അല്ലെങ്കിൽ ഒരു എൻവലപ്പ് അവിടെ ഫോം ചെയ്യുന്നത്. ആ ഗ്യാസ് കൊണ്ടുള്ള എൻവലപ്പ് അല്ലെങ്കിൽ ആ ഗ്യാസ് കൊണ്ടുള്ള ആ ഷീൽഡ് ഫോം ചെയ്യാൻ വേണ്ടിയാണ് ഈ ഫ്ലക്സ് കോട്ടിങ് കൊടുത്തിട്ടുള്ളത്. അപ്പോൾ ഈ ഫ്ലക്സ് കോട്ടിങ് മെൽറ്റ് ചെയ്ത് ഗ്യാസിൻ്റെ ഒരു ഷീൽഡ് പോലെ ഇവിടെ ഫോം ചെയ്യും. ആ ഗ്യാസിൻ്റെ ഷീൽഡിൻ്റെ പർപ്പസ് എന്താണെന്ന് വെച്ചാൽ നമ്മുടെ ഈ ഇലക്ട്രിക് ആർക്ക് എന്ന് പറഞ്ഞാൽ വളരെ ഹൈ ടെമ്പറേച്ചറാണ് ഈ ഇലക്ട്രിക് ആർക്കിനുള്ളത്. അപ്പോൾ ഈ വളരെ ഹൈ ടെമ്പറേച്ചറുള്ള ഇലക്ട്രിക് ആർക്ക് നമ്മുടെ അറ്റ്മോസ്ഫിയറിലുള്ള ഓക്സിജനും നൈട്രജനുമായിട്ടൊക്കെ റിയാക്ട് ചെയ്ത് ഓക്സൈഡ്സും നൈട്രേറ്റ്സും ഒക്കെ ഫോം ചെയ്യും. അപ്പോൾ ഈ ഓക്സൈഡ്സും നൈട്രേറ്റ്സും ഒക്കെ ഫോം ചെയ്ത് അതും കൂടെ ഈ വെൽഡ് പൂളിലോട്ട് അങ്ങ് മിക്സ് ചെയ്ത് വെൽഡ് ജോയിൻറ്റിൻ്റെ ഭാഗമായിട്ട് മാറും. അങ്ങനെ ഈ ഓക്സൈഡ്സും നൈട്രേറ്റ്സും കൂടെ ഈ വെൽഡ് ജോയിൻറ്റിൻ്റെ ഭാഗമായിട്ട് മാറുകയാണെങ്കിൽ കുഴപ്പമെന്ന് പറഞ്ഞാൽ വെൽഡ് ജോയിൻറ്റിന് അധികം സ്ട്രെങ്ത് കാണത്തില്ല. കാരണം സ്ട്രെങ്ത് കുറഞ്ഞ കമ്പോണൻസ് ആണ് ഈ ഓക്സൈഡ്സും നൈട്രേറ്റ്സും എന്ന് പറയുന്നത്. ഈ ഇലക്ട്രിക് ആർക്കും ഈ അറ്റ്മോസ്ഫിയറിലുള്ള നൈട്രജനും ഓക്സിജനും ആയിട്ടൊക്കെ റിയാക്ട് ചെയ്തുണ്ടാകുന്ന ഓക്സൈഡ്സ് എന്ന് പറഞ്ഞാൽ സ്ട്രെങ്ത് കുറഞ്ഞ പാർട്ടിക്കിൾസ് ആണെന്ന് പറയാം. അപ്പോൾ അത് ഈ വെൽഡ് പോളിൻ്റെ അകത്തോട്ട് കയറി ഈ വെൽഡ് ജോയിൻ്റ് അകത്തോട്ട് പെട്ടുപോയാൽ ഈ വെൽഡ് ജോയിൻ്റെ സ്ട്രെങ്ത് കുറയും. അപ്പോൾ അങ്ങനെ ഓക്സൈഡ്സും നൈട്രേറ്റ്സും ഫോം ആവുന്നത് നമുക്ക് ഒഴിവാക്കണം. അങ്ങനെ ഓക്സൈഡ്സും നൈട്രേറ്റ്സും ഫോം ആവുന്നത് ഒഴിവാക്കാൻ വേണ്ടിയാണ് ഈ ഒരു ഗ്യാസിൻ്റെ ഷീൽഡ് ഇവിടെ ഫോം ചെയ്യുന്നത്. അപ്പോൾ ഇതൊരു എൻവലപ്പ് അല്ലെങ്കിൽ ഒരു ഷീൽഡ് പോലെ ആക്ട് ചെയ്യും ഈ ആർക്കിനെ പ്രൊട്ടക്റ്റ് ചെയ്യാനായിട്ട്. അപ്പോൾ ഇങ്ങനെ ഒരു ഷീൽഡ്, ഗ്യാസിൻ്റെ ഒരു ഷീൽഡ് ഇവിടെ ഉണ്ടാകുന്നതുകൊണ്ട് അറ്റ്മോസ്ഫിയറിലുള്ള നൈട്രജനും ഓക്സിജനുമായിട്ടൊന്ന് റിയാക്ട് ചെയ്യാതെ അത് ഇതിനെ സംരക്ഷിക്കും, അതിനെ പ്രൊട്ടക്റ്റ് ചെയ്യും. അപ്പോൾ അതിനുവേണ്ടിയാണ് ഈ ഗ്യാസിൻ്റെ ഷീൽഡ് ഇവിടെ ഉണ്ടാക്കിയിരിക്കുന്നത്. അപ്പോൾ അങ്ങനെ ഒരു ഗ്യാസിൻ്റെ ഷീൽഡ് ഇവിടെ ഉണ്ടാക്കാൻ വേണ്ടിയാണ് ഈ ഫ്ലക്സ് കോട്ടിങ് ഇവിടെ കൊടുത്തിട്ടുള്ളത്. ഈ ഫ്ലക്സ് കോട്ടിങ് അത് മെൽറ്റായാണ് ഇവിടെ ഗ്യാസിൻ്റെ ഷീൽഡ് പോലെ ഇവിടെ ഫോം ചെയ്യുന്നത്. അപ്പോൾ അത് ഈ ആർക്കിനെ പ്രൊട്ടക്റ്റ് ചെയ്യും. അറ്റ്മോസ്ഫിയറിലുള്ള നൈട്രജനും ഓക്സിജനുമായിട്ടൊക്കെ റിയാക്ട് ചെയ്യുന്നത് പ്രിവെൻറ്റ് ചെയ്ത് അത് ആർക്കിനെ കുറച്ചുകൂടി തന്നെ സ്റ്റെബിലൈസ് ചെയ്ത് കറക്റ്റായിട്ടുള്ള വെൽഡ് ഉണ്ടാക്കിയെടുക്കാനായിട്ട്, നല്ല സ്ട്രെങ്ത് ഉള്ള വെൽഡ് ഉണ്ടാക്കിയെടുക്കാനായിട്ട് സഹായിക്കും. അങ്ങനെ ഈ ഗ്യാസിൻ്റെ ഷീൽഡ് ഇവിടെ അതിൻ്റെ ഒരു പ്രസൻസ് ഉള്ളതുകൊണ്ടാണ് ഇതിനെ ഷീൽഡഡ് മെറ്റൽ ആർക്ക് വെൽഡിങ് എന്ന് പറയുന്നത്. അപ്പോൾ ഇങ്ങനെ ഒരു ഷീൽഡ് ഉണ്ടാവണമെങ്കിൽ ഈ കോട്ടഡ് ഇലക്ട്രോഡ് തന്നെ യൂസ് ചെയ്യണം. അതേസമയം ബെയർ ഇലക്ട്രോഡാണ് യൂസ് ചെയ്യുന്നതെങ്കിൽ, കോട്ടിംഗ് ഇല്ലാത്ത ഇലക്ട്രോഡാണ് യൂസ് ചെയ്യുന്നതെങ്കിൽ ഇവിടെ ഷീൽഡൊന്നും ഉണ്ടാകുന്നില്ല. അപ്പോൾ ഷീൽഡൊന്നും ഇല്ലാത്തതുകൊണ്ട് ഈ ആർക്ക് അറ്റ്മോസ്ഫിയറിലുള്ള നൈട്രജൻ ഓക്സിജനുമായിട്ടൊക്കെ റിയാക്ട് ചെയ്ത് ഓക്സൈഡ്സും നൈട്രേറ്റ്സും ഒക്കെ ഫോം ചെയ്ത് അതും കൂടെ ഈ വെൽഡ് ജോയിൻ്റ് അകത്തോട്ട് പെട്ടു. അപ്പോൾ അത് കാരണം വെൽഡ് ജോയിൻ്റിന് ആവശ്യത്തിന് സ്ട്രെങ്ത് കാണത്തില്ല. അപ്പോൾ അങ്ങനത്തെ ആർക്ക് വെൽഡിങ്ങിനെ നമ്മൾ ഷീൽഡഡ് മെറ്റൽ ആർക്ക് വെൽഡിംഗ് എന്ന് പറയാനില്ല. കാരണം ഇവിടെ ഷീൽഡിംഗ് ഒന്നും കൊടുക്കുന്നില്ല. അതേസമയം ഇവിടെയാണെങ്കിൽ ആ ഷീൽഡ് അവിടെ ഉണ്ടാകുന്നുണ്ട്. ഈ കോട്ടിംഗ് ആണ് മെൽറ്റ് ചെയ്ത് ഗ്യാസിൻ്റെ ഷീൽഡ് ഇവിടെ ഫോം ചെയ്യുന്നത്. അപ്പോൾ അങ്ങനെ ഒരു ഷീൽഡ് ഉള്ളതുകൊണ്ടാണ് ഇതിനെ ഷീൽഡഡ് മെറ്റൽ ആർക്ക് വെൽഡിംഗ് എന്ന് പറയുന്നത്. അപ്പോൾ ഈ ഒരു കാര്യം ശ്രദ്ധിക്കുക. അപ്പം നമ്മുടെ എക്സാമിന് 10 മാർക്കിൻ്റെ ക്വസ്റ്റ്യൻ ആണെങ്കിൽ നമുക്ക് ഇങ്ങനെ ഒരു ഫിഗർ വരച്ചാൽ പോരാ. ഇത് വളരെ സിമ്പിളായിട്ടുള്ള ഒരു ഫിഗർ ആയിപ്പോയി. നമ്മൾ കുറച്ചും കൂടെ കോംപ്ലിക്കേറ്റഡ് ആയിട്ടുള്ള ഫിഗർ വരയ്ക്കണം. മാർക്ക് കിട്ടാനുള്ളതാണല്ലോ. അപ്പോൾ കുറച്ചുകൂടെ കോംപ്ലിക്കേറ്റഡ് ആയിട്ടുള്ള ഫിഗർ വരയ്ക്കണം. അങ്ങനെ ഒരു ഫിഗറാണ് ഇവിടെ ഈ കൊടുത്തിട്ടുള്ളത്. ഇതും ടെക്സ്റ്റ് ബുക്കിലുള്ള ഫിഗർ തന്നെയാണ്. അപ്പോൾ ഇതാണ് ഇലക്ട്രോഡ് എന്ന് പറയുന്നത്. അതിൻ്റെ ഒരു കോട്ടിങ്, അതിൻ്റെ പുറത്ത് ഇലക്ട്രോഡിൻ്റെ പുറത്ത് ഒരു ചെറിയ തിന്നായിട്ടുള്ളൊരു കോട്ടിങ് കൂടെ ഇവിടെ പ്രത്യേകം കാണിച്ചിട്ടുണ്ട്. അതൊക്കെ നമ്മൾ ലേബൽ ചെയ്യണം. ഫ്ലക്സ് കോട്ടിങ് എന്നും ഇലക്ട്രോഡ് എന്നൊക്കെ കാണിക്കണം. എന്നിട്ട് ഇതാണ് ആർക്ക് എന്ന് പറയുന്നത്. ഈ കാണിച്ചതാണ് ആർക്ക് എന്ന് നോക്കുകയാണെങ്കിൽ പറയാം. ഇങ്ങനെ ഈ ക്ലൗഡ്സ് പോലെ കൊടുത്തിട്ടുള്ളതാണ് ഗ്യാസിൻ്റെ ഷീൽഡ് എന്ന് പറയുന്നത്. ഇത് പൂൾ ഓഫ് മോട്ടർ മെറ്റൽ, അതായത് വെൽഡ് പൂൾ. ഇത് ബേസ് മെറ്റൽ എന്ന് പറഞ്ഞാൽ നമ്മുടെ വർക്ക് പീസ് ജോയിൻ ചെയ്യേണ്ട ആ വർക്ക് പീസിനെയാണ് ബേസ് മെറ്റൽ എന്ന് പറയുന്നത്. നിങ്ങൾ ശ്രദ്ധിക്കേണ്ട കാര്യം, ഇലക്ട്രോഡിൻ്റെ മെറ്റീരിയൽ എന്തോന്നാണ് ഈ ബേസ് മെറ്റൽ, അതായത് വർക്ക് പീസിൻ്റെ സെയിം മെറ്റീരിയൽ കൊണ്ട് തന്നെയായിരിക്കും മിക്കവാറും ഇലക്ട്രോഡ് ഉണ്ടാക്കിയിരിക്കുന്നത്. ഒന്നുകിൽ സെയിം മെറ്റീരിയൽ ആയിരിക്കും, അല്ലെങ്കിൽ ആ മെറ്റീരിയലിൻ്റെ ബേസ് മെറ്റലിൻ്റെ പ്രോപ്പർട്ടീസ് ഉള്ള എന്തെങ്കിലും അലോയ് കൊണ്ടായിരിക്കും ഇലക്ട്രോഡ് ഉണ്ടാക്കിയിരിക്കുന്നത്. കാരണം ഇലക്ട്രോഡിൻ്റെ ആ മെറ്റൽ അതാണ് മെൽറ്റ് ചെയ്ത് ഇതിൻ്റെ പുറത്ത് ജോയിൻറ്റ് പോലെ ഫോം ചെയ്യുന്നത്. ഇത് ഡിപ്പോസിറ്റ് ചെയ്ത് ഇതാണ് മെൽറ്റായി ഡിപ്പോസിറ്റ് ചെയ്താണ് ജോയിൻറ്റ് ഫോം ചെയ്യുന്നത്. അപ്പോൾ അതുകൊണ്ട് തന്നെ ബേസ് മെറ്റലിൻ്റെ സെയിം കളറും സെയിം ഫിനിഷും സെയിം സ്ട്രെങ്തും ഒക്കെ ഉള്ള മെറ്റീരിയൽ ഈ ഇലക്ട്രോഡായിട്ട് യൂസ് ചെയ്യത്തുള്ളൂ. അങ്ങനെ
ഇലക്ട്രോഡിൻ്റെ ആർക്കിനെ പ്രൊട്ടക്ട് ചെയ്യാൻ വേണ്ടിയാണ് ഇവിടെ ഷീൽഡ് ഉണ്ടാക്കിയിരിക്കുന്നത്. അതിൻ്റെ കൂടെ തന്നെ ഇവിടെ സ്ലാഗ് എന്ന് പറയുന്ന ഒരു കോട്ടിങ് ഈ വെൽഡ് ജോയിൻ്റെ മുകളിൽ, അതായത് ഇതാണ് വെൽഡ് ജോയിൻ്റ് എന്ന് വേണമെങ്കിൽ പറയാം. അപ്പോൾ അതിൻ്റെ മുകളിൽ ഈ സ്ലാഗ് എന്ന് പറഞ്ഞുകൊണ്ടൊരു കോട്ടിങ് കൂടെ ഇവിടെ വരുന്നുണ്ട്. ഈ സ്ലാഗ് എന്ന കോട്ടിങ്, ഈ സ്ലാഗ് എന്ന് പറഞ്ഞാൽ ഇമ്പ്യൂരിറ്റി ആണെന്നൊക്കെ പറയാം. നമ്മുടെ ഈ ബേസ് മെറ്റൽ മെൽറ്റ് ആവുന്നുണ്ടല്ലോ, ഈ വെൽഡ് പൂളൊക്കെ ഉണ്ടാകുന്നുണ്ട്. അപ്പോൾ അതിൻ്റെ അകത്ത് എന്തെങ്കിലും ഇമ്പ്യൂരിറ്റീസ് ഒക്കെ ഉണ്ടെങ്കിൽ, അതുപോലെ തന്നെ ഈ ഇലക്ട്രോഡ് മെൽറ്റായി ഇതിൻ്റെ മുകളിലേക്ക് ഡിപ്പോസിറ്റ് ആവുന്നുണ്ട്. അപ്പോൾ അതിലും എന്തെങ്കിലുമൊക്കെ ഇമ്പ്യൂരിറ്റീസ് ഒക്കെ ഉണ്ടെങ്കിൽ അത് സെപ്പറേറ്റ് ആയിട്ട് അങ്ങ് മുകളിൽ ഒരു പാട പോലെ, ഒരു ലെയർ പോലെ അതിങ്ങനെ ഡിപ്പോസിറ്റ് ആവും. ആ ഇമ്പ്യൂരിറ്റീസ് എല്ലാം കൂടെ കളക്ട് ചെയ്ത് ഈ വെൽഡ് പൂളിൻ്റെ മുകളിൽ, അല്ലെങ്കിൽ വെൽഡ് ജോയിൻ്റെ മുകളിൽ ഒരു പാട പോലെ, ഒരു ലെയർ പോലെ അത് ഡിപ്പോസിറ്റ് ആവും. അതിനെയാണ് സ്ലാഗ് ഇൻക്ലൂഷൻ അല്ലെങ്കിൽ സ്ലാഗ് കോട്ടിംഗ് എന്ന് പറയുന്നത്. അപ്പോൾ ഇത് കുറച്ച് കഴിയുമ്പോഴേക്കും സോളിഡ് ആവും. അതിന് നമുക്ക് വളരെ സ്ട്രെങ്ത് ഒന്നും ഇല്ലാത്ത ഒരു കോട്ടിംഗ് ആണ് ഈ സ്ലാഗ് കോട്ടിംഗ് എന്ന് പറയുന്നത്. അത് നമുക്ക് ചിപ്പിംഗ് ഹാമർ ഉപയോഗിച്ച് ചിപ്പ് ചെയ്ത്, അതായത് തട്ടി അതിനങ്ങ് റിമൂവ് ചെയ്ത് കളയാം. അങ്ങനെ റിമൂവ് ചെയ്ത് കളയപ്പോഴാണ് അതിൻ്റെ അകത്തുള്ള ആക്ച്വലായിട്ടുള്ള വെൽഡ് ജോയിൻറ്റ് നമുക്ക് കാണാൻ പറ്റുന്നത്. നിങ്ങൾ നമ്മുടെ വർക്ക്ഷോപ്പിലൊക്കെ വെൽഡ് ചെയ്തപ്പോൾ, അല്ലെങ്കിൽ നമ്മുടെ വീടുകളിലൊക്കെ വെൽഡിങ് ചെയ്യുന്ന സമയത്തൊക്കെ നിങ്ങൾ ശ്രദ്ധിച്ചിട്ടുണ്ടാവും, വെൽഡ് ചെയ്ത് കഴിഞ്ഞ ഉടനെ കുറച്ച് കഴിഞ്ഞ് അത് തണുത്ത് കഴിഞ്ഞതിന് ശേഷം ചിപ്പിംഗ് ഹാമർ ഉപയോഗിച്ച് അതിൻ്റെ മുകളിലത്തെ ഒരു ലെയറിനെ അവർ തട്ടി പൊളിച്ച് ഇങ്ങനെ കളയും. അപ്പോൾ അതെന്ന് പറഞ്ഞാൽ സ്ലാഗ് കോട്ടിംഗ് ആണ്. ഇമ്പ്യൂരിറ്റീസ്, ഈ ബേസ് മെറ്റലിലുള്ള ഇമ്പ്യൂരിറ്റീസ്, അതുപോലെ തന്നെ ഇലക്ട്രോണിൽ എന്തെങ്കിലും ഇമ്പ്യൂരിറ്റീസ് ഒക്കെ ഉണ്ടെങ്കിൽ അതെല്ലാം കൂടെ മിക്സായി ഒരു ലെയർ പോലെ മുകളിൽ, ഈ വെൽഡ് ജോയിൻ്റെ മുകളിൽ ഒരു ലെയർ പോലെ ഫോം ആവും. അതുപോലെ തന്നെ ഈ ഗ്യാസിൻ്റെ ഷീൽഡ്, അതും ചിലപ്പോൾ അറ്റ്മോസ്ഫിയറിലുള്ള എയറും അറ്റ്മോസ്ഫിയറിലുള്ള ഓക്സിജൻ നൈട്രജനായിട്ടൊക്കെ ചിലപ്പോൾ റിയാക്ട് ചെയ്ത് നിൽക്കും. ഈ ഷീൽഡ് എന്ന് പറയുന്ന അതും ഒരു എയറാണ്. അത് വേണമെങ്കിൽ ഈ ഓക്സൈഡ്സും നൈട്രേറ്റ്സും ആയിട്ടൊക്കെ ഓക്സിജനും നൈട്രജനായിട്ടൊക്കെ റിയാക്ട് ചെയ്ത് ചിലപ്പം ഓക്സൈഡ്സും നൈട്രേറ്റ്സ് ഒക്കെ ഉണ്ടാവും. അതും ചിലപ്പോൾ ഈ സ്ലാഗ് കോട്ടിങ്ങിൻ്റെ കൂടെ ആയിരിക്കും പോകുന്നത്. അതൊരിക്കലും വെൽഡ് പൂളിൻ്റെ അകത്തോട്ട് മിക്സ് ആവത്തില്ല. അതും ഈ സ്ലാഗിൻ്റെ അകത്തോട്ട് അതിലൗട്ടായിരിക്കും അതങ്ങ് മിക്സായി ഡിപ്പോസിറ്റ് ആവുന്നത്. അപ്പോൾ അതിനെ നമുക്ക് ഈസി ആയിട്ട് അങ്ങ് റിമൂവ് ചെയ്ത് കളയാം. അതാണ് സ്ലാഗ് കോട്ടിംഗ് എന്ന് പറയുന്നത്. അപ്പോൾ ഇതാണ് ഷീൽഡഡ് മെറ്റൽ ആർക്ക് വെൽഡിംഗ് പ്രോസസ് എന്ന് പറയുന്നത്. എക്സാമിന് 10 മാർക്കിൻ്റെ ക്വസ്റ്റ്യനായിട്ടായിരിക്കും ഈ ഷീൽഡഡ് മെറ്റൽ ആർക്ക് വെൽഡിംഗ് പ്രോസസ്സ് എക്സ്പ്ലെയിൻ ചെയ്യാനായിട്ട് പറയുന്നത്. അപ്പോൾ ഈ ഒരു ഫിഗർ വരയ്ക്കുക. ഈ ഫിഗറിന് മേ ബി 3 to 4 മാർക്സ് കിട്ടുമെന്ന് പറയും. 4 മാർക്സ് കിട്ടാനുള്ളതില്ല, 3 മാർക്സ് കിട്ടിയെന്നിരിക്കും. 5 മാർക്സിന് നമുക്ക് എന്തെങ്കിലും അതിൻ്റെ വർക്കിംഗ് പ്രോസസ്സ് എക്സ്പ്ലെയിൻ ചെയ്യാം. അതിൻ്റെ ഡിസ്ക്രിപ്ഷൻ എങ്ങനെയാണ് വർക്കിംഗ് പ്രോസസ്സ് എന്താണ് നടക്കുന്നതെന്ന് നമുക്ക് എക്സ്പ്ലെയിൻ ചെയ്യാം. അതിനൊരു 5 മാർക്സ് കിട്ടും. പിന്നെ നിങ്ങൾക്ക് വേണമെങ്കിൽ അഡീഷണൽ ആയിട്ട് ഇതിൻ്റെ അഡ്വാൻറ്റേജസും ലിമിറ്റേഷൻസും കൂടെ നമുക്ക് ലിസ്റ്റ് ചെയ്യാം. ഒരു 2-3 അല്ലെങ്കിൽ 3-4 പോയിൻറ്റ്സ് നിങ്ങൾക്ക് ലിസ്റ്റ് ചെയ്യാം, അഡ്വാൻറ്റേജസ് ലിമിറ്റേഷൻസ് ആയിട്ട്. അപ്പോൾ അതും കൂടെ ലിസ്റ്റ് ചെയ്താൽ നിങ്ങൾ ഫുൾ മാർക്ക് കിട്ടുള്ളൂ എന്നൊക്കെ വേണമെങ്കിൽ പറയാം. അപ്പോൾ ഇതിൻ്റെ അഡ്വാൻറ്റേജ് എന്തൊക്കെയാണെന്ന് വെച്ചാൽ, വളരെ സിമ്പിളായിട്ടുള്ള പ്രോസസ്സാണ്, വളരെ വെർസറ്റൈലാണ്, ഫ്ലെക്സിബിൾ ആയിട്ടുള്ള പ്രോസസ്സാണ്. ഈ വെർസറ്റൈൽ ആൻഡ് ഫ്ലെക്സിബിൾ എന്നൊക്കെ ഉദ്ദേശിക്കുന്നത് നമ്മുടെ വീടുകൾ ഗേറ്റൊക്കെ ഉണ്ടാക്കി അറിയാമോ? ഗേറ്റൊക്കെ ഈ വെൽഡിംഗ് പ്രോസസ്സ് ഉപയോഗിച്ചാണ് ഉണ്ടാക്കിയിരുന്നത്. ഈ സെയിം വെൽഡിംഗ് പ്രോസസ്സ് ഉപയോഗിച്ചാണ് ഗേറ്റിലുള്ള ഡിസൈനൊക്കെ ഉണ്ടാക്കുന്നത്. ചിലപ്പം ഗേറ്റിൻ്റെ മുകളിൽ ചെറിയ ഡിസൈനോ കമ്പി വളച്ച് അങ്ങനെ ജോയിൻ ചെയ്ത് ഇങ്ങനെ പൂക്കളെന്നോ അങ്ങനെ എന്തെങ്കിലുമൊക്കെ ഡിസൈനൊക്കെ ചിലപ്പം ഗേറ്റുകളിൽ അല്ലെങ്കിൽ വിൻഡോയിലൊക്കെ കാണും, ജനലിലൊക്കെ ഉണ്ടാകുന്നത് നിങ്ങൾ കാണാറുണ്ട്. അപ്പോൾ ആ സംഭവങ്ങളെല്ലാം ചെറിയ ചെറിയ മെറ്റൽ പീസുകൾ ജോയിൻ ചെയ്താണ് ഡിസൈനും കാര്യങ്ങളെല്ലാം ഉണ്ടാക്കുന്നത്. അപ്പോൾ അങ്ങനെ ചെറിയ ചെറിയ ഡിസൈനും കാര്യങ്ങളൊക്കെ ഉണ്ടാക്കാനായിട്ട് ഉപയോഗിക്കുന്ന വെൽഡിംഗ് പ്രോസസ്സ് നമ്മുടെ ഈ ഷീൽഡഡ് മെറ്റൽ ആർക്ക് വെൽഡിംഗ് പ്രോസസ്സ് തന്നെയാണ്. അപ്പോൾ കുറച്ചുകൂടെ വെർസറ്റൈലും വളരെ ഫ്ലെക്സിബിളും നല്ല ഡിസൈൻസൊക്കെ ഉണ്ടാക്കാനായിട്ട് കേപ്പബിൾ ആയിട്ടുള്ള ഒരു വെൽഡിംഗ് പ്രോസസ്സാണെന്ന് പറയാം. അപ്പം മാത്രമല്ല, ഈ പ്രോസസ്സ് എന്ന് പറഞ്ഞാൽ കുറച്ച് സിമ്പിളായിട്ടുള്ള പ്രോസസ്സാണ്. ഇതിൽ വലിയ കൂടിയ എക്യുപ്മെൻറ്റ്സും മെഷീനറി ഒന്നും ആവശ്യമില്ല. ഒരു വെൽഡിംഗ് ജനറേറ്റർ അല്ലെങ്കിൽ വെൽഡിംഗ് ട്രാൻസ്ഫോമർ വേണ്ടി വരും. പിന്നെ ഇലക്ട്രോഡ് ഹോൾഡറും മറ്റ് കാര്യങ്ങളെല്ലാം മതി. അല്ലാതെ വലിയ മെഷീനറിയുടെ ഒന്നും ആവശ്യമില്ല. അതുകൊണ്ട് തന്നെ കോസ്റ്റ് കുറവാണെന്ന് പറയാം. എക്യുപ്മെൻറ്റ്സിൻ്റെ എണ്ണവും കുറവാണ്. മാത്രമല്ല വലിയ കോസ്റ്റ് കൂടിയ എക്യുപ്മെൻറ്റ്സ് ഒന്നും ഈ സംഭവത്തിന് ആവശ്യമില്ല. അതുപോലെ തന്നെ പോർട്ടബിളാണ്. കാരണം നമ്മുടെ വെൽഡിംഗ് ട്രാൻസ്ഫോമറും ബാക്കി കാര്യങ്ങളെല്ലാം അക്സസറീസും എല്ലാം കൂടെ കൊണ്ടുവന്നിട്ടായിരിക്കും അവർ വെൽഡിംഗ് ഒക്കെ ചെയ്യുന്നത്. ഗേറ്റ് കൊണ്ട് ഫിക്സ് ചെയ്യാൻ അല്ലെങ്കിൽ വീണ്ടും ജനലിലൊരു മറ്റേ വെൽഡിങ്ങിൻ്റെ ആ ഒരു ഇതൊക്കെ കൊടുക്കാനായിട്ട് അവർക്ക് ഇവിടെ ട്രാൻസ്ഫോമറൊക്കെ ഇവിടെ കൊണ്ടുവന്നായിരിക്കും. വെൽഡിംഗ് ട്രാൻസ്ഫോമറൊക്കെ കൊണ്ടുവന്നിട്ട് ഓട്ടോയിൽ കൊണ്ടുവന്നിട്ടായിരിക്കും അവർ ചെയ്യുന്നത്. അപ്പോൾ പോർട്ടബിളാണ്. ഈ എക്യുപ്മെൻറ്റ്സ് മെഷീനറി എല്ലാം പോർട്ടബിളാണെന്ന് പറയാം. അപ്പം അങ്ങനത്തെ കുറച്ച് അഡ്വാൻറ്റേജ് ഈ പ്രോസസ്സിനുണ്ട്. പക്ഷേ ലിമിറ്റേഷൻ എന്തെന്ന് പറഞ്ഞാൽ ലോ പ്രൊഡക്ഷൻ റേറ്റ് ആണ്. അതായത് കുറച്ച് ടൈം കൺസ്യൂമിങ് ആയിട്ടുള്ള പ്രോസസ്സാണെന്ന് പറയാം. വളരെ പെട്ടെന്ന് വെൽഡിങ് ചെയ്ത് തീരത്തില്ല, കുറച്ച് ടൈമൊക്കെ എടുക്കും. ലോ പ്രൊഡക്ഷൻ പ്രോസസ്സാണ്, സ്പീഡ് കുറവാണ്. പിന്നെ ഇലക്ട്രോഡ് ഇടയ്ക്കിടയ്ക്ക് ചേഞ്ച് ചെയ്യേണ്ടി വരും. നമ്മളവിടെ വെൽഡിങ് ചെയ്യുന്ന സമയത്ത് തന്നെ കാണാം, വെൽഡിങ് റോഡ് തീരുന്നതനുസരിച്ച് പുതിയ ഇലക്ട്രോഡ് കൊണ്ട് കണക്ട് ചെയ്ത് കൊടുക്കേണ്ടി വരും. അപ്പം ഇടയ്ക്കിടയ്ക്ക് ഇലക്ട്രോഡ് ചേഞ്ച് ചെയ്ത് കൊടുക്കേണ്ടി വരും. അതൊരു ലിമിറ്റേഷനാണ്. അതുകൊണ്ട് തന്നെ കണ്ടിന്യൂസ് ആയിട്ടുള്ള വെൽഡിംഗ് പ്രോസസ്സ് പോസിബിൾ അല്ല. കാരണം എങ്ങനെ വെൽഡിംഗ് ചെയ്ത് പോയാൽ പോലും ഇലക്ട്രോഡ് തീരപ്പോൾ അത് സ്റ്റോപ്പ് ചെയ്യേണ്ടി വരും. എന്നിട്ട് അടുത്ത ഇലക്ട്രോഡ് ഹോൾഡറിൽ ഫിക്സ് ചെയ്യാനൊക്കത്തുള്ളൂ. അപ്പോൾ അതുകൊണ്ട് തന്നെ ഒരു സ്റ്റോപ്പേജ് ഒക്കെ വരും, ഇടയ്ക്കൊരു ഇടയ്ക്ക് ചെറിയൊരു ഡിലേ ഒക്കെ വരും. അങ്ങനെ മാത്രമേ ഈ പ്രോസസ്സ് ചെയ്യാനൊക്കത്തുള്ളൂ. പിന്നെ കുറച്ച് സ്കിൽഡ് ആയിട്ടുള്ളൊരു വർക്കറിൻ്റെ ആവശ്യമുണ്ട്. നമ്മളൊന്നും വെൽഡിങ് ചെയ്താൽ കറക്റ്റായിട്ട് കിട്ടത്തില്ല, ജോയിൻ്റ് ഒന്നും കറക്റ്റായിട്ട് കിട്ടത്തില്ല. പ്രാക്ടീസുള്ള സ്കില്ലുള്ള ആളെ കൊണ്ട് ഈ വെൽഡിങ് ചെയ്യാനൊക്കത്തുള്ളൂ. അപ്പോൾ അതും ഒരു ലിമിറ്റേഷനായിട്ട് പറയാം. പിന്നെ
വെൽഡ് ഡിഫക്ട്സ് ഉണ്ടാകാനുള്ള സാധ്യതയും കൂടുതലാണ്. മറ്റ് വെൽഡിങ് പ്രോസസ്സുമായിട്ടൊക്കെ കമ്പയർ ചെയ്യുമ്പോൾ ഈ ഷീൽഡഡ് മെറ്റൽ ആർക്ക് വെൽഡിങ് പ്രോസസ്സിൽ വെൽഡിങ് ഡിഫക്ട്സ് ഉണ്ടാകാനുള്ള സാധ്യതയൊക്കെ കുറച്ച് കൂടുതലാണെന്ന് പറയാം. കാരണം ചീപ്പായിട്ടുള്ള സിമ്പിളായിട്ടുള്ള പ്രോസസ്സ് ആയതുകൊണ്ട് തന്നെ ഡിഫക്ട്സ് ഒക്കെ ഉണ്ടാകാനുള്ള സാധ്യതയും കൂടുതലാണ് എന്ന് പറയാം. എത്ര എക്സ്പീരിയൻസ് ഉള്ള വർക്കർ ആയിരുന്നാലും ഡിഫക്ട്സ് ഒക്കെ ഉണ്ടാകാറുണ്ട്. അപ്പോൾ അങ്ങനത്തെ കുറച്ച് ലിമിറ്റേഷൻസും ഉണ്ട്. അപ്പോൾ അഡ്വാൻറ്റേജസ് ലിമിറ്റേഷൻസ് സിമ്പിളായിട്ട് നിങ്ങളുടെ കോമൺ സെൻസ് ഉപയോഗിച്ച് എഴുതാമെന്നുള്ള 3-4 പോയിൻറ്റ്സ് മാത്രമേ ഉള്ളൂ. അപ്പോൾ ആ പോയിൻറ്റ്സും കൂടെ എക്സാമിന് എഴുതി വയ്ക്കുക. അപ്പോൾ ഇതാണ് ഷീൽഡഡ് മെറ്റൽ ആർക്ക് വെൽഡിംഗ് പ്രോസസ്സ് എന്ന് പറയുന്നത്. അപ്പോൾ ഈ വീഡിയോയിൽ ഇത്രയേ ഉള്ളൂ. നമുക്ക് അടുത്ത വീഡിയോയിൽ അടുത്ത ഒരു വെൽഡിംഗ് പ്രോസസ്സിനെ പറ്റി പഠിക്കാം. കൺസ്യൂമബിൾ ഇലക്ട്രോഡ് തന്നെ ഉപയോഗിച്ച് ചെയ്യുന്ന അടുത്ത ഒരു വെൽഡിംഗ് പ്രോസസ്സിനെ പറ്റി നമുക്ക് അടുത്ത വീഡിയോയിൽ പഠിക്കാം. അപ്പോൾ ഈ വീഡിയോയിൽ ഇത്രയേ ഉള്ളൂ. താങ്ക് യു.